ആകെ പ്രദർശിപ്പിച്ച ദിവസം 150. ആകെ കളക്ഷൻ 75 കോടി രൂപ. 50 കോടി ക്ലബിൽ പ്രവേശിച്ച ആദ്യ മലയാള ചിത്രം. 56 ദിവസം കൊണ്ട് 56 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ദൃശ്യം മലയാള സിനിമയുടെ 85 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. 2013 ഒക്ടോബർ 4-ാം തീയതിയാണ് തൊടുപുഴയിൽ ദൃശ്യം എന്ന സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജിത്തു ജോസഫിൻ്റെ മനസ്സിലുണ്ടായ ഒരു കഥയാണ് ദൃശ്യം. വർഷം 2000. ഒരു വൈകുന്നേരം തൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ്. അപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ കൂട്ടുകാരിലൊരാൾ അയാൾ സാക്ഷിയായ ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിച്ചു. ഒരാൺകുട്ടിയും പെൺകുട്ടിയും പ്രണയത്തിലാകുന്നു. തുടർന്ന് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വിഷയം പോലീസിന് മുൻപിലെത്തുന്നു. തുടർന്ന് സുഹൃത്ത് പറഞ്ഞ ഒരു വാചകം ജീത്തുവിനെ വളരെയധികം ആകർഷിച്ചു. രണ്ട് കുടുംബങ്ങളുടെ ഭാഗത്തും തെറ്റുമുണ്ട്, ശരിയുമുണ്ട്. ആരെ പിന്തുണയ്ക്കണമെന്ന് എനിക്കറിയില്ല. തൻ്റെ സുഹൃത്തിൽ നിന്ന് കേട്ട ഈ വാക്കുകൾ ജിത്തുവിനെ ചിന്തയിലാഴ്ത്തി. തുടർന്ന് ഇതൊരു ബീജമായി മനസ്സിൽ വച്ച് എഴുതി തുടങ്ങി. ഒരു കോർട്ട് റൂം ഡ്രാമയായിരുന്നു ആദ്യം എഴുതിയത്. പിന്നീട് ജിത്തുവിന് തന്നെ അത് വളരെ വിരസമാകുമെന്ന് തോന്നി. മലയോര പ്രദേശത്ത് ജനിച്ചു വളർന്ന ജീത്തുവിന് തൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെയാണ് ദൃശ്യത്തിലെ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളെയും ലഭിച്ചത്. ഈ കഥ വളരുന്നതിനിടയിൽ തന്നെയാണ് ജിത്തു ജോസഫ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയിലൂടെ സംവിധായകനായതും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജീത്തു മറ്റ് സിനിമകൾ ചെയ്തു. ഈ ഒരു സമയത്ത് തന്നെ കഥയിൽ ക്രൈം കണക്ട് ചെയ്താൽ ഒരു ത്രില്ലർ സ്വഭാവം ഉണ്ടാകുമെന്നും ഫാമിലി ത്രില്ലർ തലത്തിലേക്ക് ചിത്രം ഉയരുമെന്നും ജീത്തു മനസ്സിലാക്കി. പിന്നെ അതുവരെ ഉള്ള ചിന്തകൾ മനസ്സിലിട്ട് കൂടുതൽ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സമൂഹത്തിൽ കൂടി വന്നപ്പോൾ ആ ആശയം കഥയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് കൊലപാതകവും കഥയുടെ ഭാഗമാക്കി. അപ്പോഴേക്കും 7 വർഷം കഴിഞ്ഞിരുന്നു. ഈ സമയത്തൊന്നും തന്നെ കഥയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ജീത്തുവിൻ്റെ ഒരു അസോസിയേറ്റ് നായകൻ ഒരു C ക്ലാസ് തിയേറ്റർ ഓപ്പറേറ്റർ ആയാൽ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചു. അങ്ങനെ സിനിമാ കമ്പമുള്ള ആളായി കഥയിലെ നായകൻ. കഥ മുഴുവൻ പൂർണ്ണമായും മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് എഴുതുമ്പോൾ ഒരിടത്തും ഒരു ബ്രേക്കും ഉണ്ടായില്ല. വളരെ സ്മൂത്തായി തന്നെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി. കേബിൾ TV സ്ഥാപനം നടത്തുന്ന ജോർജ് കുട്ടി ഒരു സിനിമാ ഭ്രാന്തനാണ്. അയാൾ തൻ്റെ ഭാര്യ റാണിയോടും മക്കൾ അഞ്ജു, അനു എന്നിവരോടൊപ്പവും സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു ഒരു കൊലപാതകിയാകുന്നു. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ കുടുംബം ഒരേ മനസ്സോടെ നീങ്ങുന്നു. ബുദ്ധി മാത്രം കൈവശമുള്ള ജോർജ് കുട്ടി തൻ്റെ മകളുടെയും കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ദൃശ്യം എന്ന സിനിമയുടെ ഇതിവൃത്തം. ജീത്തു തിരക്കഥ പൂർത്തിയാക്കിയപ്പോൾ 2 കുടുംബങ്ങൾ അവസാനം കണ്ടുമുട്ടുന്നതും അവർ വരുണിനെ അടക്കം ചെയ്ത ശവക്കുഴിക്ക് മുകളിൽ നിൽക്കുന്നതുമായിരുന്നു ക്ലൈമാക്സ്. എന്നാൽ ആ ക്ലൈമാക്സിൽ ജീത്തുവിന് പൂർണ്ണ തൃപ്തിയില്ലായിരുന്നു. അവർ ആ കുഴിക്ക് മുകളിൽ തന്നെ വന്നു നിൽക്കുന്നത് വെറും ഒരു യാദൃശ്ചികതയായി തോന്നി. ഈ സമയത്ത് തന്നെയാണ് ജിത്തു ജോസഫ് ജനമൈത്രി പോലീസ് സ്റ്റേഷന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്തത്. ഒരു ദിവസം ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജീത്തു. പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത വന്നു. എന്തുകൊണ്ട് ആ മൃതദേഹം ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ കുഴിച്ചിട്ടുകൂടാ? ആ ചിന്ത വന്നപ്പോൾ തന്നെ അത് നന്നായിരിക്കും എന്ന് ജീത്തുവിന് തോന്നി. തുടർന്ന് ജിത്തു ജോസഫ് പോലീസ് സ്റ്റേഷനെ ഒരു കഥാപാത്രമാക്കി തിരക്കഥ മാറ്റി എഴുതി. വീണ്ടും പല ചിത്രങ്ങളും ചെയ്തെങ്കിലും മൈ ബോസ് എന്ന ചിത്രത്തിൻ്റെ സമയത്താണ് ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായി പൂർത്തിയാക്കിയത്. സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ട് മാത്രമേ ജീത്തു സാധാരണ ഷൂട്ടിംഗ് തുടങ്ങാറുള്ളൂ. കാരണം തിരക്കഥയാണ് സിനിമയുടെ ആത്മാവെന്ന് ജീത്തു വിശ്വസിക്കുന്നു. മൈ ബോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ദൃശ്യത്തിലെ പ്രധാന താരങ്ങളെയും ലൊക്കേഷനുകളെയും ചിത്രത്തിൻ്റെ പേരും ജിത്തു ജോസഫ് നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. പേര് ദൃശ്യം. ചിത്രത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത പേര് തന്നെയാണ്. കാരണം അതിനു മുമ്പ് ജിത്തു സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളുടെയും പേര് ഇംഗ്ലീഷിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൃശ്യത്തിന് മൈ ഫാമിലി എന്ന ഇംഗ്ലീഷ് പേര് നൽകാനാണ് ജിത്തു ആദ്യം ഇരുന്നത്. എന്നാൽ പിന്നീട് അത് ദൃശ്യം എന്ന് മാറ്റുകയായിരുന്നു. ജീത്തുവിന് ഇംഗ്ലീഷ് പേരുകൾ മാത്രമേ തൻ്റെ ചിത്രങ്ങൾക്ക് ഇടാൻ കഴിയൂ എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്ന കാലവും കൂടിയായിരുന്നു അത്.
അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ പേര് ആരാധകരിൽ വലിയ കൗതുകം തന്നെ ഉണ്ടാക്കി. ആദ്യ ചിത്രത്തിന് ഡിറ്റക്റ്റീവ്, തുടർന്ന് മമ്മി ആൻഡ് മീ, മൈ ബോസ്, മെമ്മറീസ് എന്നിവയ്ക്ക് ഇംഗ്ലീഷ് പേരുകളാണ് നൽകിയിരുന്നത്. അതിനുശേഷം വന്ന ചിത്രമാണ് ദൃശ്യം. അങ്ങനെ ഇംഗ്ലീഷ് പേരുകൾ മാത്രമേ ഇടാൻ കഴിയൂ എന്ന ആക്ഷേപം ദൃശ്യത്തിലൂടെ മാറ്റാൻ ജീത്തുവിന് കഴിഞ്ഞു. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയാകാൻ ജീത്തു ആദ്യം തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെ ആയിരുന്നു. മമ്മൂട്ടിയെ കണ്ട് ജീത്തു കഥ പറഞ്ഞു. മമ്മൂട്ടിക്ക് തിരക്കഥ ഇഷ്ടപ്പെട്ടെങ്കിലും താൻ ഇതിനു മുമ്പ് സമാനമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ 2 വർഷത്തിന് ശേഷമേ തനിക്കിത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ ജീത്തു ജോസഫിനോട് മോഹൻലാലിനെ സമീപിക്കാൻ മമ്മൂട്ടി നിർദ്ദേശിച്ചു. ഇതിനിടയിലാണ് ആൻ്റണി പെരുമ്പാവൂരിനെ ജീത്തു പരിചയപ്പെടുകയും ചങ്ങാതിമാരും കുടുംബ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തത്. മിക്ക ദിവസങ്ങളിലും ആൻ്റണിയും ജീത്തുവും കണ്ടുമുട്ടും. ഒരുപാട് കാര്യങ്ങൾ പങ്കിടും. അതിൽ സിനിമയുണ്ടാകും, കുടുംബ ചർച്ചകളും ഉണ്ടാകും. അങ്ങനെ ഒരിക്കൽ ജീത്തു ആൻ്റണിയോട് ദൃശ്യത്തിൻ്റെ കഥ പറഞ്ഞു. കഥ കേട്ടുകഴിഞ്ഞ് ജീത്തു മോഹൻലാലിനെ വെച്ച് ദൃശ്യം ചെയ്യാനുള്ള തൻ്റെ ആഗ്രഹം പങ്കുവച്ചു. ആൻ്റണിക്കും കഥ നന്നായി ഇഷ്ടപ്പെട്ടു. ഇതുവരെ മോഹൻലാൽ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് നിറഞ്ഞാടാൻ ഒരുപാട് കഥാസന്ദർഭങ്ങളുമുണ്ട്. ഇത് സിനിമയായാൽ ഉറപ്പായും വിജയിക്കുമെന്ന് ആൻ്റണിക്ക് തോന്നി. ഈ കഥ ഞാൻ ലാൽ സാറിനോട് പറയാം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ ഇത് ഞാൻ തന്നെ നിർമ്മിക്കും. ആൻ്റണി ജീത്തുവിന് വാക്ക് കൊടുത്തു. ആൻ്റണി മോഹൻലാലിനോട് കഥ പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞു, നമ്മളിത് ചെയ്യുന്നു. തുടർന്ന് മറ്റു താരങ്ങളെ ഉറപ്പിക്കാനുള്ള ജോലികൾ ആരംഭിച്ചു. ജോർജ് കുട്ടിയുടെ ഭാര്യ റാണിയും +2 പഠിക്കുന്ന മകൾ അഞ്ജുവും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുവുമാണ് 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയായി അഭിനയിക്കാൻ ജീത്തു ആദ്യം ആലോചിച്ച നായികമാർ ആരും തന്നെ തയ്യാറായില്ല. റാണിയായി ആദ്യം പരിഗണിച്ചത് സിമ്രാനെ ആയിരുന്നു. എന്നാൽ TV ഷോകളിലെ തിരക്കു കാരണം സിമ്രാൻ തയ്യാറായില്ല. പിന്നീട് പ്രിയാമണിയെ നോക്കിയെങ്കിലും അതും ശരിയായില്ല. മോഹൻലാലിനൊപ്പം ഏറ്റവും അധികം ചിത്രങ്ങളിൽ നായികയായ ശോഭന പോലും നോ പറഞ്ഞുവെന്നും അന്ന് കഥകളുണ്ടായിരുന്നു. ഈ സമയത്ത് മമ്മൂട്ടിയുടെ ചിത്രത്തിലൂടെ തിരിച്ചു വരാൻ ഒരുങ്ങുകയായിരുന്ന മീനയെക്കുറിച്ച് മമ്മൂട്ടിയാണ് ജീത്തുവിനോട് പറഞ്ഞത്. അങ്ങനെ ജീത്തു മീനയെ കണ്ടു, കഥ പറഞ്ഞു. കഥ കേട്ട മീനയ്ക്ക് റാണി എന്ന കഥാപാത്രത്തിൻ്റെ സാധ്യതകൾ മനസ്സിലായി. അവർ ആ കഥാപാത്രത്തെ ഏറ്റെടുത്തു. ദൃശ്യത്തിൽ പ്രധാനപ്പെട്ട മറ്റു ചില താരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനി സിനിമയുടെ ആദ്യ പകുതിയിൽ വരുന്ന വരുൺ പ്രഭാകർ എന്ന കഥാപാത്രമാണ്. അത് ചെയ്തത് റോഷൻ ബഷീർ എന്ന നടനാണ്. വരുൺ പ്രഭാകർ ചിത്രത്തിൽ ആദ്യാവസാനം പ്രത്യക്ഷപ്പെടുന്നില്ല, എങ്കിലും സിനിമ കൊണ്ടുപോകുന്നതിൽ പ്രധാനിയാണ്. ജീത്തുവിൻ്റെയും റോഷൻ്റെ അച്ഛൻ്റെയും കോമൺ ഫ്രണ്ടായ ആളാണ് ടെലിഫിലിം സംവിധായകനായ അൻസാർ ഖാൻ. ഈ അൻസാർ ഖാൻ പിന്നീട് 2017 പുറത്തിറങ്ങിയ ലക്ഷ്യം എന്ന ജീത്തു ജോസഫ് രചന നിർവഹിച്ച സിനിമ സംവിധാനം ചെയ്തു. അങ്ങനെ അൻസാർ പറഞ്ഞിട്ട് റോഷൻ ജീത്തുവിന് തൻ്റെ ഫോട്ടോകൾ മെയിൽ ചെയ്തു. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ജീത്തുവിന് റോഷനെ ഇഷ്ടമായി. നേരിൽ കണ്ടപ്പോൾ വരുൺ പ്രഭാകറായി റോഷനെ ഉറപ്പിച്ചു. മോഹൻലാലിനൊപ്പം മറ്റൊരു ചിത്രത്തിലും മുഖം കാണിച്ചിട്ടുള്ള റോഷൻ നേരത്തെ 3 സിനിമകളിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ നടനെന്ന മേൽവിലാസം നേടി പ്രേക്ഷക മനസ്സ് കീഴടക്കിയത് ദൃശ്യത്തോടെയാണ്. ജോർജ് കുട്ടിയുടെ മൂത്ത മകൾ അഞ്ജു ജോർജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അൻസിബ മലയാളത്തിൽ അഭിനയിച്ച ആദ്യ ചിത്രമാണ് ദൃശ്യം. തമിഴിൽ 2012 റിലീസായ കൊഞ്ചും വെയിൽ എന്ന ചിത്രത്തിലാണ് അൻസിബ ആദ്യം അഭിനയിച്ചത്. കല്ലായിലെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് അൻസിബ ജനിച്ചത്. അഭിനയമോ പാട്ടോ നൃത്തമോ ഒന്നും അറിയാത്ത അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ. പക്ഷേ അൻസിബയുടെ ഉമ്മയ്ക്ക് മകൾ നടിയാകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് മകളുടെ ഫോട്ടോ ജീത്തു ജോസഫിന് അയച്ചു കൊടുത്തത്. ഫ്ലാറ്റിൽ ജീത്തുവിനെ കാണാൻ ചെല്ലുമ്പോൾ ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂമർ കൂടിയായ ജീത്തുവിൻ്റെ ഭാര്യയാണ് ജോർജ് കുട്ടിയുടെ മൂത്ത മകളായി അൻസിബയെ തിരഞ്ഞെടുത്തത്. ജീത്തുവിനും അത് സമ്മതമായിരുന്നു. ജോർജ് കുട്ടിയുടെ ഇളയ മകളായ അനു ജോർജിനെ അവതരിപ്പിച്ചത് എസ്തർ ആയിരുന്നു. മണിയമ്പിള്ള രാജു നിർമ്മിച്ച മോഹൻലാൽ നായകനായ ഒരു നാൾ വരും എന്ന ചിത്രത്തിലും എസ്തർ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 18ഓളം ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. ജീത്തുവിൻ്റെ മെമ്മറീസിൽ ഒരു ചെറിയ വേഷം ചെയ്യാൻ എന്ന് പറഞ്ഞാണ് എസ്തറിനെ എറണാകുളത്ത് ഒരു ഹോട്ടലിലേക്ക് വിളിപ്പിച്ചത്. അച്ഛനമ്മമാർക്കൊപ്പം ഹോട്ടലിലെത്തിയ എസ്തറിനോട് ഉടൻ തുടങ്ങാൻ പോകുന്ന ദൃശ്യത്തിൽ മോഹൻലാലിൻ്റെ ഇളയ മകളായ അനു ജോർജിൻ്റെ വേഷത്തിന് വേണ്ടിയാണ് വിളിച്ചതെന്ന് ജീത്തു പറഞ്ഞു. നല്ല ബോൾഡായ ഒരു കഥാപാത്രമാണെന്നും സിനിമയിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണെന്നും ജീത്തു വിശദമാക്കി. എന്നിട്ട് ഷൂട്ടിങ്ങിന് വേണ്ട ഡേറ്റുകൾ ബ്ലോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു.
ജീത്തുവിന് ഈ കഥാപാത്രത്തെക്കുറിച്ച് മാത്രമായിരുന്നു ദൃശ്യം ചെയ്യുമ്പോൾ അല്പമെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ജീത്തുവിന് ഏറ്റവും സമാധാനം നൽകിയത് എസ്തറിൻ്റെ അഭിനയമായിരുന്നു. ആ സമയത്ത് മിക്കവാറും എല്ലാ അഭിമുഖങ്ങളിലും ജീത്തു ജോസഫ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വയനാട് സ്വദേശിനിയായ എസ്തറിൻ്റെ അനുജൻ എറിക്കും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് ഓഗസ്റ്റ് ക്ലബ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതാണ്. മമ്മൂട്ടി ചിത്രമായ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസും എറിക്കിൻ്റെ മറ്റൊരു പ്രധാന ചിത്രമാണ്. ഇനിയൊരു പ്രധാന കഥാപാത്രം IG ഗീതാ പ്രഭാകറാണ്. വരുണിൻ്റെ അമ്മ, സിദ്ദിഖിൻ്റെ ഭാര്യ. ബിസിനസ്സുകാരനായ പ്രഭാകരൻ്റെ വേഷമായിരുന്നു സിദ്ദിഖിന്. കർക്കശക്കാരിയായ പോലീസ് ഓഫീസറായിരുന്നു ഗീതാ പ്രഭാകർ. ഈ കഥാപാത്രം രൂപപ്പെട്ടപ്പോൾ തന്നെ ആശാ ശരത്തിൻ്റെ മുഖമാണ് ജീത്തുവിൻ്റെ മനസ്സിൽ വന്നത്. കുങ്കുമപ്പൂവിലൂടെ അഭിനയരംഗത്ത് വന്ന് കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന ആശ താരമായതും മോഹൻലാലിനൊപ്പം തന്നെയാണ്. മേജർ രവി സംവിധാനം ചെയ്ത കർമ്മയോധ എന്ന ചിത്രത്തിലൂടെ ഒരേ സമയം ഇഷ്ടവും ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗീതാ പ്രഭാകർ. സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ആശാ ശരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രവും ദൃശ്യമാണ്. ദൃശ്യത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് കോൺസ്റ്റബിൾ സഹദേവൻ. ഷാജോൺ പ്രേക്ഷക മനസ്സിൽ കയറിക്കൂടിയത് ദൃശ്യത്തിലെ സഹദേവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ്. ഹാസ്യവേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ ഷാജോണിന് ഒരു വില്ലൻ വേഷം ചെയ്യണമെന്ന് വലിയ മോഹമായിരുന്നു. പക്ഷെ നടക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. ജീത്തു ജോസഫിൻ്റെ തന്നെ മൈ ബോസ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ജീത്തു ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് ഷാജോണിന് വായിക്കാൻ നൽകി. വായിച്ചു കഴിഞ്ഞ് ഷാജോൺ പറഞ്ഞു, ഈ സിനിമ സൂപ്പർ ഹിറ്റാവും. അപ്പോൾ ഷാജോൺ മനസ്സിൽ കരുതി, സഹദേവൻ്റെ റോൾ തനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. എന്നാൽ പറയാനുള്ള ധൈര്യമുണ്ടായില്ല. പെട്ടെന്ന് ജീത്തു ചോദിച്ചു, സഹദേവൻ്റെ കഥാപാത്രം എങ്ങനെയുണ്ട്? ഷാജോൺ പറഞ്ഞു, സൂപ്പർ കഥാപാത്രം. അപ്പോൾ ജീത്തു പറഞ്ഞു, ഷാജോൺ, നിങ്ങളാണ് സഹദേവനെ അവതരിപ്പിക്കുന്നത്. അത്ഭുതത്തോടെ ഷാജോൺ ജീത്തുവിനെ നോക്കി. നേരത്തെ സഹദേവനായി ജീത്തു മറ്റു പലരെയും നോക്കിയിരുന്നു. സാധാരണ മലയാള സിനിമയിലെ വില്ലൻ പരിവേഷമുള്ള നടന്മാരാരും സഹദേവനെ അവതരിപ്പിക്കേണ്ട എന്നായിരുന്നു ജീത്തുവിൻ്റെ തീരുമാനം. അതനുസരിച്ചാണ് ആലോചന ഷാജോണിൽ വന്നെത്തിയത്. ദൃശ്യത്തിൽ ലോക്കപ്പിലിട്ട് മോഹൻലാലിനെ തല്ലുന്ന ഒരു രംഗമുണ്ട്. ഈ സീൻ ചെയ്യുന്നതിന് ഷാജോണ് വലിയ വിഷമമായിരുന്നു. ഒന്നാമത് മോഹൻലാലിനെ അടിക്കണം. ടൈമിംഗ് അല്പം തെറ്റിയാൽ അടി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൊള്ളും. അതുകാരണം മടിച്ചാണ് ഷാജോൺ ആദ്യം ആ രംഗം ചെയ്തത്. അതുകൊണ്ട് മോഹൻലാൽ തന്നെയാണ് അഭിനയിക്കേണ്ട വിധം പറഞ്ഞു കൊടുത്തത്. 2013 ഒക്ടോബർ 4-നാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ശരിക്കും കുറച്ചുകൂടി നേരത്തെ ചിത്രീകരണം തുടങ്ങാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. മാർച്ചിൽ തുടങ്ങി ഡിസംബറിൽ റിലീസ് ചെയ്യാനായിരുന്നു ആലോചന. ചില പ്രത്യേക കാരണങ്ങളാൽ ദൃശ്യത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും മുമ്പ് ജീത്തുവിൻ്റെ തന്നെ മെമ്മറീസ് എന്ന ചിത്രം തുടങ്ങുകയും റിലീസാവുകയും ചെയ്തു. വീണ്ടും ഒരു ഷൂട്ടിംഗ് തീയതി കൂടി ദൃശ്യത്തിന് നിശ്ചയിച്ചു. പക്ഷെ അതും നടന്നില്ല. മോഹൻലാലിന് ചിക്കൻ പോക്സ് പിടിപെടുകയും ഡോക്ടർ കംപ്ലീറ്റ് റെസ്റ്റ് പറയുകയും ചെയ്തു. അതോടെ മോഹൻലാൽ ചെന്നൈയിലേക്ക് പോയി. ചിക്കൻ ബോക്സ് കഴിഞ്ഞ് ഒക്ടോബറിൽ മറ്റൊരു ചിത്രത്തിൽ അത്യാവശ്യമായി ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് ഒക്ടോബർ 4-ന് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ മോഹൻലാൽ ജോയിൻ ചെയ്തിരുന്നില്ല. ഒക്ടോബർ 11-നായിരുന്നു മോഹൻലാൽ ദൃശ്യത്തിൻ്റെ ലൊക്കേഷനിൽ എത്തിയത്. ഇത്രയും ദിവസങ്ങൾ കുറഞ്ഞിട്ടും നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ഡിസംബർ 19-ന് ദൃശ്യം റിലീസ് ചെയ്യുവാൻ ജീത്തുവും ആൻ്റണിയും തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ജീത്തു സ്ക്രിപ്റ്റ് മാക്സിമം എഡിറ്റ് ചെയ്യുകയും ചെയ്തു. എല്ലാ ജോലികളും കൃത്യമായി പ്ലാൻ ചെയ്തു. 55 ദിവസത്തെ ചിത്രീകരണമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. എന്നാൽ 44 ദിവസം കൊണ്ട് ദൃശ്യത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായി. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദാണ് ചിത്രം നിർമ്മിച്ചത്. സിനിമയിലെ ആദ്യ രംഗത്തും അവസാന രംഗത്തും നിർമ്മാതാവ് കൂടിയായ ആൻ്റണി പെരുമ്പാവൂർ ഒരു നടനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സുജിത് വാസുദേവ് ആയിരുന്നു ചിത്രത്തിൻ്റെ ക്യാമറാമാൻ. നേരത്തെ ജീത്തു സംവിധാനം ചെയ്ത മെമ്മറീസ് എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സുജിത്തായിരുന്നു. തൊടുപുഴയായിരുന്നു പ്രധാന ലൊക്കേഷൻ. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന കഥയായതുകൊണ്ടാണ് തൊടുപുഴ പ്രധാന ലൊക്കേഷനായത്. മുട്ടം, മലങ്കര, മൂലമറ്റം, കുളമാവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയുണ്ടായി. സിനിമയിൽ ജോർജ് കുട്ടിയുടെ വീടിനു വേണ്ടി തൊടുപുഴയിൽ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. തൊടുപുഴയ്ക്കടുത്ത് വഴിത്തലയിലായിരുന്നു ആ വീട്. ആദ്യമായി ജീത്തു അവിടെ എത്തിയപ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് വീണ്ടും ജീത്തു അവിടെ പോയി. അപ്പോൾ വീട്ടുടമസ്ഥനായ മഠത്തിൽ പറമ്പിൽ MK ജോസഫ് അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞു. മോഹൻലാലാണ് നായകനെന്ന് കേട്ട നിമിഷം തന്നെ ജോസഫ് സമ്മതം മൂളി.
പിന്നീട് വന്ന ദൃശ്യം 2-ലും ഇനി റിലീസാകാനിരിക്കുന്ന ദൃശ്യം 3-ലും ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ വീട് തന്നെയാണ്. പോലീസ് മൃതദേഹത്തിനായി കുഴിക്കുന്ന രംഗം ചിത്രീകരിച്ചത് തൊടുപുഴയിലെ ഈ വീടിൻ്റെ മുറ്റത്ത് വച്ചായിരുന്നു. സിനിമയിലെ അവസാന രഹസ്യം ചോരാതിരിക്കാൻ വളരെ കുറച്ച് പ്രവർത്തകരെ മാത്രമേ സെറ്റിൽ ജീത്തു ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ട്വിസ്റ്റുകളിലൊന്നായിരുന്നു ദൃശ്യത്തിൻ്റേത്. കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള കയ്പക്കവല ദൃശ്യം സിനിമയുടെ ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു. ഈ കവലയിലുള്ള ഒരു ഒറ്റനില കെട്ടിടത്തിൻ്റെ ടെറസിലായിരുന്നു ജോർജ് കുട്ടിയുടെ കേബിൾ TV ഓഫീസ് സജ്ജീകരിച്ചിരുന്നത്. ജോർജ് കുട്ടി തൻ്റെ ഓഫീസിലേക്ക് പടികൾ കയറിപ്പോകുന്ന രംഗങ്ങൾ സിനിമയിൽ വന്നതോടെ ഈ സ്ഥലം ദൃശ്യം കവല എന്ന പുതിയ പേരിൽ അറിയപ്പെട്ടു. 2013 ഡിസംബർ 19 ദൃശ്യം പ്രദർശനശാലകളിലെത്തി. കേരളത്തിൽ പ്രദർശനത്തിനെത്തിയ എല്ലാ കേന്ദ്രങ്ങളിലും 60 ദിവസം തുടർച്ചയായി പിന്നിട്ടു എന്നത് ദൃശ്യത്തിൻ്റെ മറ്റൊരു മികവാണ്. 26 ദിവസത്തിനുള്ളിൽ 10,000 ഷോ മറികടന്ന സോളോ ഹീറോ ചിത്രമെന്ന പ്രത്യേകതയും ദൃശ്യം സ്വന്തമാക്കി. ഗോഡ് ഫാദർ മാറ്റി നിർത്തിയാൽ മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾക്ക് മാത്രമേ ആ നേട്ടം ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും ദൃശ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. നല്ല ചിത്രത്തിന് ഭാഷ പ്രശ്നമല്ലെന്നുള്ള തിരിച്ചറിവാണ് മഹാരാഷ്ട്രയിലും ബാംഗ്ലൂരിലും കർണാടകയിലും ചിത്രം നേടിയ വലിയ വിജയം തെളിയിച്ചത്. മുംബൈയിലും ബാംഗ്ലൂരിലും കൽക്കത്തയിലും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലും മലയാളികളല്ലാത്ത പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ ശക്തമായതോടെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകളോടെ ദൃശ്യം പ്രദർശിപ്പിച്ചു. നിലയ്ക്കാത്ത അഭിനന്ദന പ്രവാഹത്തിനൊപ്പം ദൃശ്യം പ്രേക്ഷകർ ഒന്നാകെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ചിത്രം കാണുന്നവർ ആരും തന്നെ എതിരഭിപ്രായം പറഞ്ഞില്ല. മോഹൻലാലിൻ്റെ കരുത്തുറ്റ തിരിച്ചുവരവായിരുന്നു ദൃശ്യം. അമേരിക്കയിലെ റെക്കോർഡ് ഗ്രോസ് കളക്ഷനായ 1 കോടിയും UK-യിലെ റെക്കോർഡ് ഗ്രോസ് ആയ 30 ലക്ഷവും ദൃശ്യം മറികടന്നു. ഷിക്കാഗോയിൽ തിരക്ക് കാരണം അഡീഷണൽ ഷോ തന്നെ വയ്ക്കേണ്ടി വന്നു. ആദ്യമായാണ് ഒരു മലയാള ചിത്രത്തിന് വിദേശത്ത് ഇത്രയേറെ സ്വീകരണം ലഭിച്ചത്. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റേറ്റ് റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത്. അതുവരെ ലഭിച്ചിട്ടുള്ള മറ്റു ചിത്രങ്ങളുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് കിട്ടിയ ചിത്രം ദൃശ്യമാണ്. 6.5 കോടി രൂപ. ഏഷ്യാനെറ്റ് ആയിരുന്നു അവകാശം സ്വന്തമാക്കിയത്. മൾട്ടി സ്റ്റാർ ചിത്രമായ 2020-യുടെ 32 കോടി രൂപ എന്ന ഗ്രോസ് കളക്ഷൻ റെക്കോർഡ് ദൃശ്യം പിന്നിട്ടത് വെറും 30 ദിവസത്തിനുള്ളിലായിരുന്നു. 50 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള ചിത്രം എന്ന പ്രത്യേകതയും ദൃശ്യത്തിനുണ്ട്. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം 50 ദിവസത്തിനുള്ളിൽ ദൃശ്യം നേടിയത് 35 കോടി രൂപയാണ്. കേരളത്തിൽ മാത്രം 30,000-ലേറെ ഷോകളാണ് ചിത്രം പൂർത്തിയാക്കിയത്. മൊത്തം 4.6 കോടി രൂപ മാത്രമായിരുന്നു ദൃശ്യത്തിൻ്റെ നിർമ്മാണ ചെലവ്. ചിത്രം വലിയ വിജയമായതോടെ വിവാദങ്ങളും ചിത്രത്തെ പിടികൂടി. കെയ്ഗോ ഹിഗാഷിനോ എഴുതിയ ദ ഡിവോഷൻ ഓഫ് സസ്പെക്ട് എക്സ് എന്ന ജാപ്പനീസ് നോവലിനെ ആസ്പദമാക്കി 2008-ൽ പുറത്തിറങ്ങിയ ജാപ്പനീസ് സിനിമയായ സസ്പെക്ട് എക്സ് എന്ന ചിത്രത്തിൻ്റെ വിദഗ്ധമായ അനുകരണമാണ് ദൃശ്യം എന്ന് ഒരു കൂട്ടർ കളിയാക്കി. ഈ നോവലിൻ്റെ ഹിന്ദി ചലച്ചിത്ര അവകാശം സ്വന്തമാക്കിയിരുന്ന ഏക്ത കപൂർ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നിയമപരമായി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിധി ജീത്തുവിനും പ്രൊഡ്യൂസറിനും അനുകൂലമായിരുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു കൂട്ടർ ദൃശ്യത്തിന് സാമ്യം ആരോപിച്ചത് 1996 റിലീസ് ചെയ്ത ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന ഇംഗ്ലീഷ് ചിത്രത്തോടാണ്. ഈ ആരോപണങ്ങൾ സംവിധായകനും തിരക്കഥാകൃത്തുമായ ജീത്തു ജോസഫ് ചിരിച്ചു തള്ളിയതേയുള്ളൂ. കാരണം അദ്ദേഹം ആ 2 ചിത്രങ്ങളും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2 ചിത്രങ്ങളുടെയും വിഷയം കൊലപാതകവും അത് ഒളിപ്പിക്കുന്നതുമാണെന്ന് കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ധാരാളം ആരോപണങ്ങളും മറ്റും നിയമപാലകരിൽ നിന്ന് ദൃശ്യം സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സിനിമ പ്രേക്ഷകർക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് അക്കാലത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ P. വിജയൻ അഭിപ്രായപ്പെട്ടു. ഇതുകൂടാതെ 2014 ഫെബ്രുവരിയിൽ നിലമ്പൂരിലെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികൾ തങ്ങൾ മൃതദേഹവും മൊബൈൽ സിം കാർഡും നശിപ്പിച്ചത് ദൃശ്യം സിനിമയിൽ നിന്നുള്ള സ്വാധീനം ഉൾക്കൊണ്ടാണെന്ന് സമ്മതിച്ചതായി അന്നത്തെ കേരള ADGP TP സെൻകുമാർ IPS അവകാശപ്പെട്ടു. സിനിമ കൊലപാതകങ്ങൾക്ക് പ്രേരണയായേക്കാം എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ഒരു പെൺകുട്ടിയെ പിതാവും കാമുകിയും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിലും ദൃശ്യം സിനിമയുടെ സ്വാധീനമുണ്ടെന്ന് പറയപ്പെട്ടിരുന്നു. നിയമപാലകരുടെ ഈ അഭിപ്രായങ്ങളെയെല്ലാം അലോസരമില്ലാതെയാണ് ജീത്തു ജോസഫ് എന്ന സംവിധായകൻ നേരിട്ടത്. ഈ അഭിപ്രായങ്ങളെയെല്ലാം താൻ മാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 4 പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു സർവകാല റെക്കോർഡാണ്. കന്നഡയിൽ ദൃശ്യ എന്ന പേരിലും
തെലുങ്കിൽ ദൃശ്യം എന്നും തമിഴിൽ പാപനാശം എന്നും ഹിന്ദിയിൽ ദൃശ്യം എന്ന പേരുകളിലുമാണ് ഈ റീമേക്കുകൾ. അന്താരാഷ്ട്ര തലത്തിൽ സിംഹള ഭാഷയിൽ ധർമ്മയുദ്ധയ്യ എന്ന പേരിലും ചൈനീസ് ഭാഷയിൽ ഷീപ്പ് വിത്തൗട്ട് എ ഷെഫേർഡ് എന്ന പേരിലും ഇത് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊറിയൻ ഭാഷയിൽ പുനർനിർമ്മിക്കപ്പെടാൻ പോകുന്ന ആദ്യത്തെ ഇന്ത്യൻ ചിത്രമെന്ന ഖ്യാതിയും ദൃശ്യത്തിനുണ്ട്. 2021 സെപ്റ്റംബറിൽ ഇന്തോനേഷ്യൻ റീമേക്ക് പ്രഖ്യാപിച്ചതോടെ ഇന്തോനേഷ്യൻ ഭാഷയിൽ റീമേക്ക് ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി ദൃശ്യം മാറി. പനോരമ സ്റ്റുഡിയോസ്, US കമ്പനികളായ ഗൾഫ് സ്ട്രീം പിക്ചേഴ്സ്, ജോട്ട് ഫിലിംസ് എന്നിവരുമായി ചേർന്ന് ഒരു ഇംഗ്ലീഷ് റീമേക്കും ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ 2026 ഡൽഹി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വെച്ച് ചിത്രത്തിൻ്റെ സ്പാനിഷ് റീമേക്കും പ്രഖ്യാപിക്കപ്പെട്ടു. ദൃശ്യത്തിൻ്റെ 2ാം ഭാഗവും 3ാം ഭാഗവും ജീത്തു തന്നെ ഒരുക്കി. കോവിഡ് ആയതുകൊണ്ട് 2ാം ഭാഗം പുറത്തു വന്നത് OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വഴിയായിരുന്നു. അതും വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടുകയും റീമേക്കുകൾക്ക് വഴി തെളിക്കുകയും ചെയ്തു. ദൃശ്യത്തിൻ്റെ 3ാം ഭാഗം ഈ മാസം റിലീസാകും. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ തന്നെ 3ാം ഭാഗവും വലിയ വിജയമാകും എന്നാണ് അണിയറ പ്രവർത്തകരുടെ വിശ്വാസം. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ജീവിത നൗക തിയേറ്ററുകളിൽ 254 ദിനങ്ങൾ പിന്നിട്ട് ചരിത്രമെഴുതി. എന്നാൽ പണം വാരുന്ന സൂപ്പർ ഹിറ്റുകൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിൽ ഗോഡ് ഫാദർ, ചിത്രം, കിലുക്കം, ന്യൂഡൽഹി, നരസിംഹം, ക്ലാസ്മേറ്റ്സ്, രാജമാണിക്യം, പഴശ്ശിരാജ, 2020 തുടങ്ങിയ ചിത്രങ്ങളാണ് പ്രധാനം. ഏറ്റവും കൂടുതൽ ദിനം തുടർച്ചയായി പ്രദർശിപ്പിച്ച ചിത്രം എന്ന അവകാശം ഈ കൂട്ടത്തിൽ ഗോഡ് ഫാദറിനാണ്, 412 ദിവസങ്ങൾ. തുടർന്ന് ആ കൂട്ടത്തിൽ 2013 ദൃശ്യവും എത്തപ്പെട്ടു. ഹിറ്റുകളുടെ ചരിത്രം പറയുന്ന വേറൊരു സിനിമയുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.